ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാന പദവികളിൽ ആരൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന ഏതൊരു എക്സാമിനും 1-2 മാർക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാം എഴുതുന്നവരൊക്കെ മാക്സിമം പെട്ടെന്ന് തന്നെ ക്ലാസ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ കേരളത്തിലെ പ്രധാന പദവികളിൽ ആരൊക്കെ എന്നുള്ളത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. പഠിച്ചിപ്പോഴേ അങ്ങ് പഠിച്ചു പോകാം. ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗവർണറാണ്. നിലവിലെ കേരള ഗവർണർ ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം തന്നെ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറാണ്. അപ്പം നിലവിലെ കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കറാണ്. നിലവിലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ചോദിക്കുന്നത് 23ാമത് കേരള ഗവർണർ ആരാണ്? നിലവിലെ 23ാമത് കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. കേട്ടോ, അദ്ദേഹം 23ാമത് കേരള ഗവർണറാണ്. ഓർത്ത് വെച്ചോണേ, 23ാമതാണ്. എത്രാമത്തെ ഗവർണറാണ് എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോണം. 23ാമത് കേരള ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. ക്ലിയർ ആണേ? അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രി. നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, പിണറായി വിജയനാണ് നിലവിലെ കേരള മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്. അദ്ദേഹം 23ാമത് കേരള മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയാവുന്ന 12ാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ. കേട്ടോ, അപ്പോൾ നോട്ട് ചെയ്തോണേ. 23ാമത് കേരള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുപോലെ തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയാകുന്ന 12ാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ. ക്ലിയർ ആണ്? അതുപോലെ തന്നെ കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആരാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എ ജയതിലക് IAS ആണ്. കേട്ടോ, അപ്പോൾ എ ജയതിലക് ആണ് കേരളത്തിലെ നിലവിലെ ചീഫ് സെക്രട്ടറി ആയിട്ട് വരുന്നത്. അതായത് 50ാമത് കേരള ചീഫ് സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ പറയണം എ ജയതിലക്. ഒന്നുകൂടെ പറയാം, 50ാമത് കേരള ചീഫ് സെക്രട്ടറി ആരാണ്? എ ജയതിലക്. ഒരു മാർക്ക് ഉറപ്പിച്ചോ. ചീഫ് സെക്രട്ടറി സ്ഥിരമായിട്ട് പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. നോട്ട് ചെയ്ത് വെച്ചോണം, ഒരു മാർക്ക് ഇതിൽ നിന്ന് ഷുവറാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 50ാമത് കേരള ചീഫ് സെക്രട്ടറി ആരാണ്? എ ജയതിലക്. കേട്ടോ, എ ജയതിലക്. ക്ലിയർ ആണ്? അടുത്തത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജാംദർ ആണ്. കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചാണ്, ഒരു മാർക്കാണ് ഇത്. ഷുവറായിട്ടും ചോദിക്കുന്നതാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒക്കെ സ്ഥിരമായിട്ട് PSC പരീക്ഷകളിൽ ചോദിക്കുന്നതാണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോണം, കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജാംദർ ആണ്. കേട്ടോ, ജസ്റ്റിസ് നിതിൻ ജാംദർ ആണ്. അപ്പോൾ അടുത്തത് അഡ്വക്കേറ്റ് ജനറൽ. നിലവിലെ കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. നിലവിലെ കേരള അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. കേട്ടോ, കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. അടുത്തത് സംസ്ഥാനത്തെ പോലീസ് മേധാവി. നിലവിലെ സംസ്ഥാന പോലീസ് മേധാവി അഥവാ എന്താണ്? DGP ആരാണ്? റവാഡ ആസാദ് ചന്ദ്രശേഖർ. റവാഡ ആസാദ് ചന്ദ്രശേഖറാണ് നമ്മുടെ നിലവിലത്തെ കേരള DGP ആയിട്ട് വരുന്നത്. അതായത് സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് വരുന്നത് റവാഡ ആസാദ് ചന്ദ്രശേഖറാണ്. ക്ലിയർ ആണേ? അടുത്തത് നമുക്കെല്ലാവർക്കും അറിയാം, കേരളത്തിലെ നിലവിലെ PSC ചെയർമാൻ ആരാണ്? MR ബൈജു. MR ബൈജു മറക്കരുത്. PSC ചെയർമാൻ ആരാണ്? MR ബൈജു. MR ബൈജു. MR ബൈജു. ക്ലിയർ ആണേ? നമുക്ക് ഇത്ര ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോവാം. നിലവിലെ 23ാമത് കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 23ാമത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. അതുപോലെ തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയാവുന്ന 12ാമത്തെ വ്യക്തിയാണ് പിണറായി വിജയൻ. അതുപോലെ തന്നെ നിലവിലെ കേരളത്തിലെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? എ ജയതിലക്. അതുപോലെ തന്നെ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജാംദർ. അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. സംസ്ഥാന പോലീസ് മേധാവി DGP ആരാണ്? റവാഡ ആസാദ് ചന്ദ്രശേഖരൻ. അതുപോലെ തന്നെ കേരള PSC ചെയർമാൻ MR ബൈജു ആണ്. നമുക്ക് അടുത്ത് നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതുപോലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? നിലവിലെ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? സ്ഥിരമായിട്ട് ഇപ്പോൾ PSC പരീക്ഷകളിൽ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ഹരിനായരാണ്. കേട്ടോ, അപ്പം നിലവിലെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ. വി ഹരിനായർ സ്ഥിരമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് വി ഹരിനായർ. അപ്പം ഇനിയും അത് റിപ്പീറ്റ് ചെയ്യാം. നോട്ട് ചെയ്ത് വെച്ചാണേ, കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ. വി ഹരിനായർ. ക്ലിയർ ആണേ? അതുപോലെ തന്നെ കേരളത്തിലെ നിലവിലെ ഓംബുഡ്സ്മാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ ആരാണ്? PD രാജൻ. PD രാജൻ. നോട്ട് ചെയ്തോണേ, PD രാജനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാൻ ആയിട്ട് വരുന്നത്. PD രാജൻ. അതുപോലെ തന്നെ കേരള പ്ലാനിംഗ് കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരാണ്? VK രാമേന്ദ്രനാണ്. കേട്ടോ, കേരള പ്ലാനിംഗ് കമ്മീഷൻ വൈസ് ചെയർമാൻ ആരാണ്? VK രാമേന്ദ്രനാണ്. കേരള പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ കേരള പ്ലാനിംഗ് കമ്മീഷൻ വൈസ് ചെയർമാൻ ആരാണ്? VK രാമചന്ദ്രൻ. VK രാമചന്ദ്രൻ.
അടുത്തത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാനാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാനാണ് കേട്ടോ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാൻ. അതുപോലെ തന്നെ നിലവിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? പി സതീദേവിയാണ്. പി സതീദേവിയാണ് നിലവിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ട് വരുന്നത്. ഏഴാമത്തെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് സതീദേവി കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണം. ഏഴാമത് കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? പി സതീദേവി മറക്കരുത്. അതുപോലെ തന്നെ വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷയാണ് കെ സി റോസക്കുട്ടി കേട്ടോ. അത് തമ്മിൽ തിരിഞ്ഞു പോകരുത്. കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് പി സതീദേവി. വനിതാ വികസന കോർപ്പറേഷൻ നോട്ട് ചെയ്തോണം. വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷയാണ് കെ സി റോസിക്കുട്ടി. അപ്പോൾ കെ സി റോസിക്കുട്ടി എന്താണ്? വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷയും വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാന്ന് ചോദിച്ചാൽ പറയണം പി സതീദേവി. മാറിപ്പോയല്ലോ. വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി, വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ കെ സി റോസുകുട്ടിയുമാണ്. ക്ലിയർ ആണ്. അതുപോലെ തന്നെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് നിലവിലെ? എ റഷീദാണ്. നോട്ട് ചെയ്തോണേ. കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? എ റഷീദാണ് കേരള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സൺ. അടുത്തത് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? കെ വി മനോജ് കുമാർ. മറക്കരുതേ. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? കെ വി മനോജ് കുമാർ ആണ് ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. അത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിട്ട് വരുന്ന ആരാണ്? പ്രിയങ്ക് കനൂകയാണ്. നമ്മൾ പഠിച്ചു കേന്ദ്രത്തിലെ ബാലന്മാർ വളരെ പ്രിയപ്പെട്ടതാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ ബാലാവകാശ കമ്മീഷൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അത് കണക്ട് ചെയ്യാൻ നമുക്കൊരു പോയിന്റ് വെച്ച് ഓർത്തിരിക്കാം. ബാലന്മാർ എപ്പോഴും മനോഹരമായിട്ടിരിക്കുന്ന ബാലന്മാർ, സംസ്ഥാന ബാലന്മാർ മനോഹരമായിട്ടും കേന്ദ്ര ബാലന്മാർ പ്രിയങ്കരമായിട്ടും ഇരിക്കുന്നതെന്ന് ഓർത്ത് വെച്ചാൽ, കേന്ദ്ര ബാലന്മാർ പ്രിയങ്കരമായിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പ്രിയങ്ക് കനൂക്. സംസ്ഥാനത്തെ ബാലന്മാർ മനോഹരമായിട്ടിരിക്കുന്നു പറഞ്ഞാൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? കെ വി മനോജ് കുമാർ. ക്ലിയർ ആണ്. അടുത്തത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ചെയർമാനാണ് CK അബ്ദുൾ റഹീം. പരീക്ഷയ്ക്ക് ചോദിക്കുമേ, നോട്ട് ചെയ്തോണേ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ ആരാണ്? CK അബ്ദുൾ റഹീം. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. കറണ്ട് അഫെയർ പാർട്ടിൽ നിന്ന് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ കണക്റ്റ് ആക്കി പോണേ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് നിലവിലെ? നിലവിലെ വി ഹരിനായർ. ഓംബുഡ്സ്മാൻ തദ്ദേശ സ്വയംഭരണം ആരാണ് നിലവിലെ? PD രാജൻ. കേരള പ്ലാനിംഗ് കമ്മീഷൻ വൈസ് ചെയർമാൻ ആരാണ്? VK രാമേന്ദ്രൻ. അപ്പോൾ കേരള പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് വരുന്നത്. അതുപോലെ തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് കേരളത്തിലെ? എ ഷാജഹാൻ. ഏഴാമത് വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ് കേരളത്തിലെ? പി സതീദേവി. കേരള വനിതാ വികസന കോർപ്പറേഷൻ അധ്യക്ഷ ആരാണ്? കെ സി റോസക്കുട്ടി. ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ എ റഷീദ്. ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ചെയർമാൻ CK അബ്ദുൾ റഹീം. നമുക്ക് അടുത്ത് നോക്കാം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് കേരളത്തിലെ? സണ്ണി ജോസഫ് ആണ് കേട്ടോ. നോട്ട് ചെയ്തോണേ. കേരള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സണ്ണി ജോസഫ് ആണ്. കേരള പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? സണ്ണി ജോസഫ്. അതുപോലെ തന്നെ ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ മോഹൻദാസ് ആണ്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കത്തില്ല പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. 11ാമത് കേരള ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണെന്നാണ് ചോദിക്കുന്നത്. 11ാമത് കേരള ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ മോഹൻദാസ്. അപ്പോൾ നോട്ട് ചെയ്തോണേ. ശമ്പള കമ്മീഷൻ ചെയർമാൻ 11ാമത് കേരള ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ മോഹൻദാസ്. നമുക്ക് ശമ്പളമൊക്കെ കിട്ടുമ്പോൾ വളരെ ശമ്പളം കിട്ടുന്ന ദിവസം നമുക്ക് എപ്പോഴും ഒരു മോഹമായിട്ടിരിക്കുമല്ലേ, അങ്ങനെ ഓർത്ത് വെച്ചോണേ. മോഹിച്ചല്ലേ ശമ്പളം കിട്ടുന്നത്. അപ്പം കണക്ട് ചെയ്ത് വെച്ചോണം. 11ാമത് ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ് കേരളത്തിലെ? കെ മോഹൻദാസ്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. യു ഷറഫ് അലിയാണ്. നിലവിലെ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആരാണ്? യു ഷറഫ് അലിയാണ്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് നമ്മുടെ നടനായിട്ടുള്ള പ്രേംകുമാറാണ് കേട്ടോ. നിലവിലെ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? പ്രേംകുമാർ. നിലവിലെ സാഹിത്യ അക്കാദമിയുടെ ചെയർമാനാണ് കെ സച്ചിദാനന്ദൻ. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ്. നിലവിലെ കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ. അതുപോലെ നിലവിലെ കേരള ഫോക്ലർ അക്കാദമി ചെയർമാനാണ് OS ഉണ്ണികൃഷ്ണൻ. ഈ OS ഉണ്ണികൃഷ്ണൻ ഒരു പടയണി കലാകാരനാണ്. ഇത് പറയാൻ കാര്യം
ഇത് നേരത്തെ ചോദിച്ചിട്ടുണ്ട്, ഇദ്ദേഹം ഏത് കലാരൂപമായിട്ട് ബന്ധപ്പെട്ട പടയണിയാണ്, നോട്ട് ചെയ്ത് വെച്ചോണേ. ഫോക്ലാർ അക്കാദമി ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണൻ. ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ്? മുരളി ചിരോത്ത്. ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ്? മുരളി ചിരോത്ത്. അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാനാണ് K മധുപാൽ കേട്ടോ. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാനാണ് K മധുപാൽ. ഒന്നുകൂടെ പറയാം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ സണ്ണി ജോസഫ്. 11ാമത് കേരള ശമ്പള കമ്മീഷൻ ചെയർമാൻ K മോഹൻദാസ്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കേരളത്തിലെ U ഷറഫ് അലി. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ. കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ K സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. കേരള ഫോക്ലർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണൻ. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത്. കേരള സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ആരാണ്? K മധുപാൽ. ക്ലിയർ ആണേ? നമുക്ക് അടുത്ത് നോക്കാം. കൊച്ചി മെട്രോ റെയിലിൻ്റെ നിലവിലെ MD ആരാണ്? ലോക്നാഥ് ബെഹ്റ. കൊച്ചി മെട്രോ റെയിൽ MD ആരാണ്? ലോക്നാഥ് ബെഹ്റ. എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ കേരള നിയമസഭാ സ്പീക്കർ ഏതാണ്? ആരാണ് നിലവിലെ? AN ഷംസീർ കേട്ടോ. കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ. ഷംസീറിൻ്റെ നിയമസഭാ മണ്ഡലം ഏതാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. തലശ്ശേരി മണ്ഡലമാണ് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി മണ്ഡലമാണ് AN ഷംസീറിൻ്റെ നിയമസഭാ മണ്ഡലമായിട്ട് വരുന്നത്. അപ്പോൾ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ. നിലവിലെ കേരളത്തിലെ ലോകായുക്ത ആരാണ്? N അനിൽകുമാർ. നിലവിലെ കേരള ലോകായുക്ത ആരാണ്? N അനിൽകുമാർ. അതുപോലെ തന്നെ സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാനാണ് M ഷാജർ. സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർമാൻ ആരാണ്? M ഷാജർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അലക്സാണ്ടർ തോമസ്. നോട്ട് ചെയ്തോണേ, പരീക്ഷയ്ക്ക് ചോദിക്കുമേ, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സംസ്ഥാന മനുഷ്യാവകാശ ചെയർമാൻ ആരാണ്? നിലവിലെ അലക്സാണ്ടർ തോമസ് ആണ് സംസ്ഥാനത്തിലെ മനുഷ്യാവകാശ ചെയർമാൻ. നിലവിലെ മനുഷ്യാവകാശ ചെയർമാൻ ആരാണ്? സംസ്ഥാനത്തിലെ അലക്സാണ്ടർ തോമസ്. കേരള വിജിലൻസ് ഡയറക്ടറായിട്ട് വരുന്ന നിലവിലെ മനോജ് എബ്രഹാം ആണ്. കേരള വിജിലൻസ് ഡയറക്ടർ ആരാണ്? മനോജ് എബ്രഹാം ആണ്. അതുപോലെ തന്നെ 7ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ KN ഹരിലാലാണ്. 7ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ KN ഹരിലാലാണ്. അതുപോലെ തന്നെ 6ാമത്, നോട്ട് ചെയ്ത് വെച്ചാൽ 6ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ SM വിജയാനന്ദാണ്. ഇപ്പോൾ അടുത്തിടെയാണ് 7ാമതായത്. അപ്പോൾ 6ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഒന്നുകൂടെ പറയാം. സംസ്ഥാനത്തെ 7ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ KN ഹരിലാൽ. അതുപോലെ തന്നെ സംസ്ഥാനത്തെ 6ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? SM വിജയാനന്ദ്. ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? ഡോക്ടർ രത്തൻ U കേൽക്കർ ആണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ്, ഈ അടുത്ത് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. നിലവിലെ കേരളത്തിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? ഡോക്ടർ രത്തൻ U കേൽക്കർ. അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? G ശശിധരൻ കേട്ടോ. OBC കമ്മീഷൻ ചെയർമാൻ ആരാണ് നിലവിലെ സംസ്ഥാനത്തെ? G ശശിധരൻ. ഞാൻ ഒന്നുകൂടെ പറയാം. കൊച്ചി മെട്രോ റെയിൽ MD ലോക്നാഥ് ബെഹ്റ. കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ. നിലവിലെ ലോകായുക്ത N അനിൽകുമാർ. യുവജന കമ്മീഷൻ ചെയർമാൻ M ഷാജർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. കേരള വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം. 7ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ സംസ്ഥാനത്തെ ഡോക്ടർ KN ഹരിലാൽ. 6ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ SM വിജയാനന്ദ്. ചീഫ് ഇലക്ട്രൽ ഓഫീസർ ഡോക്ടർ രത്തൻ U കേൽക്കർ. പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ആരാണ്? നിലവിലെ G ശശിധരൻ. ഇത്രയുമാണ് നമ്മുടെ പദവികളുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിൽ അറിഞ്ഞിരിക്കേണ്ടതെന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ളതാണ്. പിന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച MLA കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. അടുത്തിടെ നടന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച MLA ആണ് ആര്യാടൻ ഷൗക്കത്ത് കേട്ടോ. ആര്യാടൻ ഷൗക്കത്താണ്, കോൺഗ്രസിൻ്റെ ആര്യാടൻ ഷൗക്കത്താണ് നിലവിലെ നിലമ്പൂർ നിയമസഭാ അംഗമായിട്ട് അടുത്തിടെ തിരഞ്ഞെടുത്തത്. പിന്നെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആണ്. അതുപോലെ തന്നെ ചേലക്കര UR പ്രദീപുമാണ്. ഇത്ര ഒന്ന് നോട്ട് ചെയ്തൊന്ന് വെച്ചിരുന്നാൽ മതി, ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തിടെ ഇലക്ഷൻ നടന്ന MLA PSC ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ പ്രധാന പദവികളുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പദവികളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. ബാക്കിയുള്ള കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ആൻഡ് ഷെയർ ഓൾസോ. അപ്പം വീഡിയോ കണ്ട നമ്മുടെ ക്ലാസ് കണ്ട ഇതുവരെ ഫുള്ള് കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു. പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ ഇരിക്കുക. താങ്ക് യു.